കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 4th സെമസ്റ്റർ BCom BBA സ്റ്റുഡൻസിൻ്റെ സെക്കൻഡ് ബാച്ച് ക്രാഷ് കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഫസ്റ്റ് ബാച്ച് ഓൾറെഡി നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ EDP കംപ്ലീറ്റ് ചെയ്തിട്ട് കഴിഞ്ഞു. ഇനി അവർക്ക് ബാങ്കിങ്ങും കോർപ്പറേഷൻസും കുറച്ച് ചാപ്റ്റേഴ്സ് മാത്രമേ എടുക്കാനുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് കുട്ടികൾ ട്യൂഷന് ജോയിൻ ചെയ്യാൻ ഇനി സാധിക്കുമോ എന്ന് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ ഓൾറെഡി എടുത്ത് കഴിയാറായതുകൊണ്ട് അതിലേക്ക് എൻ്റർ ആക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സെക്കൻഡ് ബാച്ച് ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു തുടങ്ങുന്ന ഡേറ്റ് എന്ന് പറയുന്നത് മാർച്ച് 15-ാം തീയതിയാണ്. അപ്പോൾ നമുക്ക് സബ്ജക്ട്സ് വരുന്നത് 3 സബ്ജക്ട്സ്, അത് BCom BBA കുട്ടികൾക്ക് കോമൺ ആയിട്ട് വരുന്ന ഈ 3 തിയറി സബ്ജക്ട്സ് ആയിരിക്കും അതിലുണ്ടായിരിക്കുക. കോർപ്പറേറ്റ് റെഗുലേഷൻ, ബാങ്കിങ്, EDP, ഈ 3 കേട്ടോ. ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് എന്നാണ് പേര്. ദെൻ EDP എന്ന് പറയുന്നത് ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻ്റ് ആണ്. അപ്പോൾ ഈ 3 സബ്ജക്ട്സ് ആണ് നമ്മൾ ട്യൂഷന് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ ബാക്കിയുള്ള 2 പ്രോബ്ലം പേപ്പേഴ്സിൻ്റെ തിയറി പാർട്ടുകൾ നിങ്ങൾക്ക് തരുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അത് ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡഡ് ആയിരിക്കും. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അത് കിട്ടും. ഈ 3 എണ്ണത്തിൻ്റെ മാത്രമേ ചെറിയൊരു ഫീസായിട്ട് വരുന്നുള്ളൂ. ബാക്കി 2 പ്രോബ്ലം പേപ്പേഴ്സിൻ്റെ എന്താ പറയുക നോട്ട്സ് ആയിട്ടുള്ളത്, അതായത് തിയറി പാർട്ടിൻ്റെ നോട്ട്സ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതായിരിക്കും. ഇനി നമ്മുടെ ക്ലാസ്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുവാണെങ്കിൽ ഡെയിലി ഒരു 1 hour ആയിരിക്കും ക്ലാസ് ഉണ്ടാവുക. രാത്രിയാണ് ക്ലാസ് ഉണ്ടായിരിക്കുക. ഇപ്പോൾ നോമ്പിൻ്റെ ടൈം ആയതുകൊണ്ട് തന്നെ നമ്മൾ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള രീതിക്കായിരിക്കും ക്ലാസ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ സിമ്പിൾ ആയിട്ടുള്ള നോട്ട്സ് ടെക്സ്റ്റ് ബുക്കിൽ നിന്നൊക്കെ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുത്ത് വളരെ സിമ്പിൾ ആയിട്ടുള്ള പോയിന്റ് വൈസ് ആയിട്ടുള്ള നോട്ട്സ് ഒക്കെയാണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് ട്യൂഷന് ജോയിൻ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ട്സ് കാര്യങ്ങളൊക്കെ തന്നെ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് പ്രിൻ്റ് എടുത്ത് നിങ്ങളുടെ കയ്യിൽ വെക്കാം. ഇനിയിപ്പോൾ ഞാൻ അണ്ടർലൈൻ ചെയ്ത് മാർക്ക് ചെയ്തിട്ടുള്ള നോട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും അവൈലബിൾ ആണ്. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇതിപ്പോൾ നമ്മൾ EDPയുടെ ഒരു PDF ആണ്. ജസ്റ്റ് ഒരു മോഡൽ മാർക്ക്ഡ് PDFിൻ്റെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാ. ഇത് നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ബാച്ചിലെ കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള PDF ആണ്. അപ്പോൾ ഇതിൽ ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഇതേപോലെ എഴുതിയിട്ടുണ്ടായിരിക്കും. ജസ്റ്റ് എഴുതിയിട്ടുണ്ടായിരിക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഐറ്റംസോ അല്ലെങ്കിൽ അതിൻ്റെ മീനിങ്സോ കാര്യങ്ങളൊക്കെ കണ്ടോ. അപ്പോൾ ഇത് പ്രിൻ്റ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാവും. അതിൽ ചിലതിൻ്റെ മലയാളം എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും, സിമ്പിൾ ആയിട്ടുള്ള ലൈൻസ് എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും, എക്സ്പ്ലനേഷൻ ഉണ്ടാവും, ഇങ്ങനെയൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാനും പറ്റും. ഓക്കെ, അങ്ങനെ മാർക്കഡ് വേണ്ടവർക്ക് അതും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ മാർക്ക് ചെയ്യാത്ത ഫൈനൽ PDF മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ ആയാലും നിങ്ങൾക്ക് പ്രിൻ്റ് എടുക്കാനായിട്ട് സാധിക്കും. ദെൻ റെക്കോർഡഡ് ക്ലാസ് ഉണ്ടായിരിക്കും. ഇപ്പോൾ ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾക്ക് ക്ലാസ്സിന് ജോയിൻ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ റെക്കോർഡഡ് ഓഡിയോസ് അവൈലബിൾ ആയിരിക്കും. ഓരോ ദിവസത്തെയും നമ്മൾ ഗ്രൂപ്പിൽ ഇടും. പിന്നെ റിവിഷൻ ഉണ്ടായിരിക്കും. ഓരോ സബ്ജക്റ്റും നമ്മൾ എടുത്ത് തീരുന്നതനുസരിച്ച് റിവിഷൻ, അതേപോലെ തന്നെ മോഡൽ എക്സാം. നമ്മളിപ്പോൾ ഫസ്റ്റ് ബാച്ചിലെ കുട്ടികൾക്ക് 2 എക്സാം ഒക്കെ നടത്തി. ബാങ്കിങ്ങിൻ്റെയും EDPയുടെ ഒക്കെ എക്സാം ഒക്കെ നമ്മൾ ഓൾറെഡി നടത്തി. തന്നെ അതിൻ്റെ മാർക്ക് ലിസ്റ്റ് അവർക്ക് ഗ്രൂപ്പിലിട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ എക്സാം ടൈമിൽ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസ്, ടിപ്സ്, ഗൈഡ് ലൈൻസ് എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടായിരിക്കും, ഇതിപ്പോൾ ഒരു മാസത്തെ ട്യൂഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഉണ്ടാവില്ലേ എന്നുള്ളത്. ഇപ്പം നമ്മൾ മാർച്ച് 15-ാം തീയതിയാണല്ലോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഏപ്രിൽ പകുതിയോട് കൂടിയിട്ടൊക്കെ തീരുന്ന രീതിക്കായിരിക്കും നമ്മളിത് അറേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, അതിൽ മൺഡേ ടു ഫ്രൈഡേ ആണ് ക്ലാസ് വരിക. സാറ്റർഡേ സൺഡേ ക്ലാസ് ഉണ്ടാവില്ല. അപ്പോൾ ആ സാറ്റർഡേ സൺഡേ നിങ്ങൾക്ക് റിവൈസ് ചെയ്യാനൊക്കെ ഉള്ള ഒരു ടൈമാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു മാസത്തിൽ നമ്മുടെ സബ്ജക്റ്റ് തീർന്നു കഴിഞ്ഞാലും മെയ് മാസം, നമുക്ക് ജൂണിലാണ് എക്സാം വരുന്നത്, അപ്പോൾ മെയ് മാസമൊക്കെ ഫുള്ള് നമ്മൾ റിവിഷൻ ആയിരിക്കും. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു ടച്ച് വിടില്ല. ദെൻ ഇപ്പം ഈ ഒരു മാർച്ച് 15 മുതൽ എക്സാം എന്നാണോ, ഇപ്പോൾ ജൂൺ മിഡ് വീക്ക് ആണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ജൂൺ സെക്കൻഡ് വീക്ക് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ആ ഒരു സെക്കൻഡ് വീക്ക് വരെ നമ്മൾ എക്സാമിൻ്റെ അന്ന് വരെ നമ്മൾ ഗൈഡ് ലൈൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് കൂടെ ഉണ്ടായിരിക്കും. ഇപ്പോൾ ഒരു മാസം കൊണ്ട് കംപ്ലീറ്റ് ആയാലും പിന്നെ നമ്മുടെ ക്ലാസ്സും റിവിഷനും ഒക്കെ ആയിട്ട് നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ അതിന് മൊത്തമാണ് നമുക്ക് ഈ ഒരു ഫീസ് വരുന്നത്. അല്ലാതെ മാസം മാസം സെപ്പറേറ്റ് ഫീസ്, ആഴ്ചയിൽ ഫീസ് അങ്ങനെയൊന്നുമല്ല. ഓക്കെ, അപ്പോൾ അതാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് പറയാനുള്ളത്. ഗൂഗിൾ മീറ്റ് വഴിയായിരിക്കും നമ്മൾ ക്ലാസ് എടുക്കുക. അപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് സെക്ഷനിലുമായിട്ട് ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഹായ് അയക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്കൊരു മെസ്സേജ് വരും. അപ്പോൾ അതിൽ ഡീറ്റെയിൽസ് എല്ലാം ഉണ്ടായിരിക്കും. ഫീസിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവർ ഉടൻ തന്നെ ജോയിൻ ചെയ്യുക. കാരണം ഡിസ്കൗണ്ട് ഫീസോട് കൂടി നിങ്ങൾക്ക് ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ 14-ാം തീയതി വരെ സമയമുള്ളൂ. 14-ാം തീയതിക്കുള്ളിൽ ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്കാണ് ഡിസ്കൗണ്ട് ഫീസിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കുക. 15-ാം തീയതി മുതൽ ക്ലാസ് സ്റ്റാർട്ട് ആവുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്
ക്ലാസ്സിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അതേപോലെ തന്നെ സെക്കൻഡ് സെം സപ്ലി ഉള്ള കുട്ടികളും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ. അവർക്കും നമ്മൾ ക്ലാസ് അറേഞ്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. സോ ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.